നേരെ കണ്ണുവെക്കും. അങ്ങനെ ഈശോ നമ്മെ കണ്ണുവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നാം ചുറ്റുമുള്ളതൊന്നും കാണില്ലത്രേ. മാതാപിതാക്കളുടെ ഒറ്റമകനാണെന്ന് ഓർക്കില്ല. സാധാരണക്കാരനായി ജീവിച്ചാലുള്ള സുഖം എന്തെന്ന് ഓർക്കില്ല. നമ്മളിലൂടെ കുടുംബത്തിലുണ്ടാവുന്ന ഭൗതിക പുരോഗതികൾ ഒന്നും ഓർക്കില്ല. ഞങ്ങളുടെ മെല്ലു ചേട്ടായിയെ ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രത്യേകം തിരഞ്ഞെടുത്ത ഈശോ മാറ്റി നിർത്തിയപ്പോൾ ചേട്ടായി ദീർഘനാളത്തെ ഒരുക്കത്തിലൂടെയും പഠനത്തിലൂടെയും ബോധ്യങ്ങളിലൂടെയും അതിലുപരി ആഴമായ വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ദൈവത്തെ കരങ്ങളിൽ വഹിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിലൂടെയും ഈശോയ്ക്ക് നൽകിയ പ്രത്യുത്തരമാണ് ഈ കുഞ്ഞു പള്ളിയിൽ നമ്മുടെ ബിഷപ്പും ഒത്തിരി അച്ഛന്മാരും സിസ്റ്റർമാരും പിന്നെ ഞങ്ങൾ താമസക്കാരെല്ലാം ചേർന്ന ഒരു പെരുന്നാളിനേക്കാൾ ആഘോഷമായി ഈ തിരുപ്പട്ട ശുശ്രൂഷയെ കൊണ്ടാക്കിയത്. മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മരിയാവിയായി പറയുന്നു, ഒരു പുരോഹിതനെയും മാലാഖിയെയും ഒന്നിച്ചു കണ്ടാൽ ഞാൻ ആദ്യം പുരോഹിതനെ വന്ദിക്കും, പിന്നെ മാലാഖിയും. ആരാണ് പുരോഹിതർ? തൂവെള്ള വസ്ത്രത്തിനുള്ളിൽ അതിനേക്കാൾ വെണ്മയുള്ള ഹൃദയം സൂക്ഷിക്കുന്നവർ, നിർമ്മലമായ കരങ്ങളിൽ അനുദിനം പരമപരിശുദ്ധനായവനെ വഹിക്കുന്നവർ, മുൻപരിചയം ഒന്നുമില്ലാത്തവർക്കായി സ്വന്തം നാടും വീടും വിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷനായി ശുശ്രൂഷ ചെയ്ത ആരെയും ഒന്നിനെയും സ്വന്തമാക്കാതെ അവധൂതരെ പോലെ കടന്നു പോകുന്നവർ, ലോകത്തിന്റെ മായ കാഴ്ചകൾക്കിടയിൽ ജീവിക്കുമ്പോഴും ഒരല്പം പോലും ലോകത്തിൻ്റെതാകാതെ ക്രിസ്തുവിൻ്റെത മാത്രമാവുന്നവർ, നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുന്നവർ. ഓരോ പുരോഹിതനും ഉയർത്തുന്ന കാസിയിലെ തിരുരക്തത്തോട് അദ്ദേഹത്തിന്റെ ജീവരക്തം കൂടി ചേരുമ്പോഴാണ് ഓരോ ബലിയർപ്പണവും പൂർണ്ണമാവുന്നത്. പ്രിയപ്പെട്ട മെൽവിനസ, നിത്യപുരോഹിതനായ ഈശോ അങ്ങേക്കായിരിക്കുക ഈ മാന്യ സ്ഥാനത്തിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. അവരുടെ അനുഗ്രഹമായി അങ്ങയുടെ നാവും ആശീർവാദമായി അങ്ങയുടെ കരങ്ങളും മാറട്ടെ. അങ്ങേ ദർശിക്കുന്നവർ ക്രിസ്തുവിനെ ദർശിക്കട്ടെ, അങ്ങേ കേൾക്കുന്നവർ ക്രിസ്തുവിനെ കേൾക്കട്ടെ. പൗരോഹിത്യ ജീവിതത്തിന്റെ